നമുക്കിന്ന് നല്ലൊരു ഒക്ടോബർ പ്ലാനർ കണ്ടാലോ? അപ്പോൾ പ്ലാനറൊക്കെ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാനറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ ഒക്ടോബർ എന്ന് എഴുതിയിട്ട് കുറച്ച് ബിൽഡിങ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാ പേജസും റഫായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാറി മാറി വരക്കൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ റഫായി വരച്ച് അതിന് ശേഷം വീണ്ടും നമുക്ക് ഹൈലൈറ്ററും സ്കെച്ചൊക്കെ ഉപയോഗിച്ച് നല്ല കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റഫായിട്ട് കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഇവിടെ ബിൽഡിംഗ് ആണ് വരച്ചത്. അതൊരു ബ്ലാക്ക് മാർക്കർ എടുത്ത് നമ്മൾ ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ ഈ പ്ലാനർ എഴുതുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൈൻഡ് റിലാക്സ് ആണ്. ശരിക്കും നമ്മളിതിനു വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അറിയാതെ ഇതിലേക്ക് ഇൻവോൾവ് ആവും. അപ്പോൾ നമുക്ക് ബോറടിക്കുന്ന ടൈം, നമുക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമമുള്ളൊക്കെ ടൈം നമുക്ക് ഇങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല കൂളാവും. ഞാൻ കരുതി കുറച്ച് ഹെവി ആയിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കാമെന്ന്. നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഈസി അല്ലാതെ കുറച്ച് ഹെവി ആയിട്ടുള്ള പിക്ചർ വരയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനത്തെ ബിൽഡിംഗ് ഒക്കെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒക്ടോബർ എഴുതി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചൂസ് ചെയ്യുന്ന കളേഴ്സ് ബാക്കിയുള്ള പേജസിലും കൂടിയും, അതായത് ടു ഡു ലിസ്റ്റ് ചെയ്യാനായാലും കലണ്ടർ ചെയ്യാനായാലും ബാക്കിയൊക്കെ ചെയ്യാനും ഞാൻ ഈ ഒരു കളേഴ്സ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു കളേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പല കളേഴ്സ് ഈ ചൂസ് ചെയ്യാണ്ട് ഇതിൽ നമ്മൾ ഏതാ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു 4 കളേഴ്സ് ആണെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എനിക്കതാ ഈസി ആയിട്ട് തോന്നി. അതാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് പേജിൽ ചെയ്തിട്ടുള്ളത് ഒക്ടോബറിൻ്റെ കലണ്ടറാണ്. അപ്പോൾ ഒക്ടോബർ കലണ്ടർ നമ്മൾ ഫോണിലെടുത്തതിന് ശേഷം കറക്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക. പിന്നെ ഒരു സ്കൈൻ്റെ തീമാണ് എടുത്തിട്ടുള്ളത്. കാരണം നേരത്തെ ബിൽഡിംഗ് ആയതുകൊണ്ട് ഒരു സ്കൈ ബിൽഡിംഗ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള തീം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ടാപ്പാണ്. അത് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രിഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പേജും കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് പേജും കംപ്ലീറ്റ് ചെയ്തു, കലണ്ടർ ചെയ്തു. അവിടെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്കൈയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോൾസ് വേണമെങ്കിൽ ഗോൾസ് ചെയ്താം. അങ്ങനെയൊക്കെയാണ് പേജസ് ഉള്ളത്. പിന്നെ വരുന്നത് അടുത്ത പേജിൽ ഹാബിറ്റ് ട്രാക്കറും മൂഡ് ട്രാക്കറുമാണ്. അപ്പോൾ ഹാബിറ്റ് ട്രാക്കറിന് ഇതുപോലെ ബോക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൂഡ് ട്രാക്കർ ആയാലും നിങ്ങൾ കണ്ട പോലെ കളേഴ്സൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഫിനിഷ് ചെയ്ത വർക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫിനിഷ് ചെയ്ത വർക്ക്. പിന്നെ ഒരു പേജും കൂടിയുണ്ട്, അതാണ് ടു ഡു ലിസ്റ്റ്. നമുക്ക് ചെയ്യാനുള്ള ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് എന്ത് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ ടു ഡു ലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൺഡേ ടു സാറ്റർഡേ വരെയുള്ള ഡേറ്റ് എഴുതുന്നുണ്ട്. ഡേറ്റ് അല്ല, വീക്സ് എഴുതുന്നുണ്ട്. അവിടെ നമുക്ക് ഡേറ്റിൽ അവിടെ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഴുതാനുള്ള നോട്ട്സൊക്കെ അവിടെ പോയിൻ്റ് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ബോക്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എഴുതാനുള്ളൊരു മൂഡിനും കാണുമ്പോൾ നമുക്ക് എഴുതാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പേജ്. അപ്പോൾ ഇതും കൂടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേജ് ഒക്ടോബർ, രണ്ടാമത്തേത് ഒക്ടോബർ കലണ്ടർ. പിന്നെ ഉള്ളത് ഇത് ഞാൻ ഓരോ പേജ് ക്യാപ്പ് ഇട്ടിട്ടാണ് എഴുതിയത്, കാരണം കളേഴ്സ് അപ്പുറം സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ. ഇത് ഹാബിറ്റ് ട്രാക്കർ. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തിട്ടുള്ള കാര്യം അവിടെ കൊടുക്കുക. ഈ ഹാബിറ്റ് ട്രാക്കറിൽ എഴുതിയിട്ടുള്ളത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് പ്രയർ, ക്ലീനിങ്, ക്രിയേറ്റീവ്, ജേർണല്, പ്ലാന്റ്സ് കെയറിങ്, ഡ്രിങ്കിങ്, ഹെൽത്തി ഫുഡ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കോളത്തിലും അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓരോ കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്യുക, അല്ലെ സെയിം കളേഴ്സ് വെച്ചും ഫില്ല് ചെയ്യാം. പിന്നെ മൂഡ് ട്രാക്കറാണ്. അപ്പോൾ നമ്മൾ 1-ാം തീയതി ഹാപ്പി ആണെങ്കിൽ അവിടെ കുറച്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഹാപ്പി ആണെങ്കിൽ ഹാപ്പി എന്ന് എഴുതാം, സാഡ് ആണെങ്കിൽ സാഡ് എന്ന് എഴുതാം. അങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ടു ഡു ലിസ്റ്റാണ്. ടു ഡു ലിസ്റ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഗോൾസ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. ഞാനിവിടെ ടു ഡു ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മൺഡേ ഏർലി മോർണിംഗ് എണീക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പേജ് ഫില്ല് ചെയ്തിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. ഈ കലണ്ടറിൽ നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഒക്ടോബർ പ്ലാനറിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് വിശദീകരിച്ച് പറയണമെന്നുണ്ട്, പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതി ഷോർട്ടാക്കിയിട്ടതാണ്. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒക്ടോബർ എന്ന് എഴുതിയ പേജിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ പ്ലാനർ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.